ഈ ശോമിശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അടിച്ചു മാറ്റിയ വക തിരിച്ചു തരൂ. വട്ടോളിയുടെ രാജിയുടെ 8ാമത്തെ കാരണം കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതാണ് ഈ വചനം, ഈ വാക്ക്. വട്ടോളി രാജിവെക്കാനായിട്ട് പറയുന്ന 8ാമത്തെ കാരണം അത് ഇച്ചിരി രസകരമായ സംഗതിയാണ്. ഇത് വട്ടോളിയുടെ മാത്രം പ്രശ്നമല്ല, വിമത വൈദികരുടെയും മാത്രം പ്രശ്നമല്ല, പല വൈദികരുടെയും പല ക്രിസ്ത്യാനികളുടെയും പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് കേൾക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. വട്ടോളി രാജിവെക്കാനുണ്ടായ 8ാമത്തെ കാരണം, കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും പാരസ്പര്യവും ആഴത്തിൽ വേരോടും എന്നുറപ്പുണ്ടോ? കുർബാന ഏകീകരണത്തിലൂടെ യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ, അതായത് തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്ത് പോയതുകൊണ്ട് അയൽക്കാരന് അർഹതയുള്ളവന് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവയ്ക്കാൻ സീറോ മലബാർ സഭാ വിശ്വാസികൾ തീരുമാനമെടുക്കും. പോകെ അങ്ങനെ പങ്കുവെക്കുന്ന തുകയുടെ ശതമാനം വർദ്ധിപ്പിച്ച് 10, 20, 30, 40, 50 എന്നാവുകയും കുറച്ച് മെത്രാന്മാരും വൈദികരും ജനങ്ങളും തങ്ങൾക്കുള്ളതെല്ലാം യേശു ആവശ്യപ്പെട്ടതുപോലെ പൂർണ്ണമായും വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്ത് സേവിക്കാനിറങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ കേരളത്തിലെ ദാരിദ്ര്യവും പട്ടിണിയും അഴിമതിയും അനീതിയും വർഗീയതയും കുത്തനെ കുറയുകയും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതൊക്കെയാണ് വട്ടോളി ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ വട്ടോളി രാജിവെക്കാനുള്ള കാരണം ഇതൊക്കെയാണെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പില്ലായ്മയും, ദൈവവിശ്വാസം ഇല്ലേ ഒരു അല്പം പോലും, ഒരു ശതമാനം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്. അതുപോലെ ഈ വിമത വൈദികർക്കും. അതുകൊണ്ട് ഇതിലത്തെ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകാം. പലതും ദീർഘമായ ഉത്തരങ്ങൾ ആവശ്യമുള്ളതല്ല. അദ്ദേഹത്തിന് ഈ 8ാമത്തെ കാരണത്തിൽ പല ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. കുർബാന അർപ്പണ രീതിയിൽ ഏകീകരണം വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദവും സാഹോദര്യവും പാരസ്പര്യവും ആഴത്തിൽ വേരോടും എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്താ സംശയം? ഇപ്പോ വിഭാഗീയത സൃഷ്ടിക്കുന്നത് എറണാകുളമാണ്. അത് സൃഷ്ടിക്കാതിരുന്നാൽ, കുർബാന അർപ്പണത്തിൽ ഏകീകൃത രീതി വന്നാൽ സാഹോദര്യം കൂടും, പാരസ്പര്യം കൂടും, സൗഹാർദ്ദം കൂടും. ഇത് നമ്മുടെ ഇടവകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതല്ലേ. ഇത് എറണാകുളത്താണ് വിഭാഗീയത മുഴുവനുള്ളത്. മറ്റിടവകളിലും രൂപതകളിലും ഈ പ്രശ്നങ്ങളില്ല, പ്രത്യേകിച്ചും ജനങ്ങളുടെ ഇടയിൽ ഒട്ടുമില്ല. അപ്പോൾ ഉറപ്പുണ്ട് എന്ന് തന്നെയാണ് വട്ടോളിയോട് പറയാനുള്ളത്. 2, കുർബാന ഏകീകരണത്തിലൂടെ യേശുവിന്റെ പ്രബോധനത്തിൽ ഏറ്റവും കനപ്പെട്ട കാര്യങ്ങൾ, അതായത് തന്നെപ്പോലെ തന്റെ അയൽക്കാരനെ അവർ സ്നേഹിക്കാൻ തുടങ്ങും. ഇതിനകത്തൊരു ചെറിയ തെറ്റുണ്ട്, അത് തിരുത്തിയിട്ട് ഞാൻ ഉത്തരം പറയാം. യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏറ്റവും കനപ്പെട്ട കാര്യം തന്നെപ്പോലെ തന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളതല്ല. അത് 2ാമത്തെ പ്രമാണമാണ്. സുപ്രധാന കൽപ്പന ഏതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ക്ഷേമ പ്രാർത്ഥനയാണ് ചൊല്ലിയത്. നിയമാവർത്തന പുസ്തകത്തിലെ ക്ഷേമ പ്രാർത്ഥന മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ആ ക്ഷേമ പ്രാർത്ഥന അങ്ങനെ തന്നെ കർത്താവ് ചൊല്ലുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 12ാമത്തെ അധ്യായം ഒന്ന് വട്ടോളി വായിച്ചു നോക്കണം. അവിടെ നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, ഏക ദൈവമാണ്. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കണം. സർവ്വശക്തി എന്ന് പറഞ്ഞാൽ സർവ്വപണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ദൈവത്തെ സ്നേഹിക്കലാണ് 1ാമത്തെ പ്രമാണം. അതാണ് യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ടത്. 2ാമത് വരുന്നതാണ് അത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോ യേശുവിന്റെ പ്രബോധനത്തിലെ ഏറ്റവും കനപ്പെട്ട കാര്യം വട്ടോളിക്ക് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. വിമത വൈദികർക്കും അറിയില്ല. നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. അതിന് താഴെയാണ് ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. അത് വട്ടോളിക്ക് അറിയാതെ പോയതാണ്. ഈ വട്ടോളിക്കും വിമതർക്കും അറിയാതെ പോയതാണ് വാസ്തവത്തിൽ എറണാകുളത്തെ പ്രശ്നം. അപ്പൊ ആ തിരുത്ത്. ഇനി തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവർ സഹോദരിലേക്ക് തിരിയുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഈ ലോകം തന്നെ മാറ്റിമറിച്ചത് ഈ ദൈവസ്നേഹവും പരസ്നേഹവും ക്രിസ്തുധർമ്മം സ്വീകരിച്ച് പ്രയോഗത്തിൽ വരുത്തിയപ്പോഴാണ്.
യഹൂദന്മാർക്ക് ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അതിന് തുല്യമായിട്ട് സഹോദര സ്നേഹത്തെ കണ്ടിരുന്നില്ല. മാത്രമല്ല അവർക്ക് സഹോദരൻ അയൽക്കാരെന്ന് പറഞ്ഞാൽ സഹ ഇസ്രായേലിനാണ്. ക്രിസ്ത്യാനികൾക്കോ അങ്ങനെയല്ല. ആവശ്യത്തിലിരിക്കുന്ന ആരും ലിംഗമോ വർഗമോ വംശമോ കളറോ ഒന്നും തന്നെ ജാതിയോ മതമോ ഒന്നും നോക്കിയിരുന്നില്ല. ഇപ്പോഴും നോക്കുന്നില്ല. ഇതെല്ലാം ക്രിസ്തുധർമ്മം കൊണ്ടുവന്നതല്ലേ. അപ്പോ ഈ കനപ്പെട്ട കാര്യം ചെയ്തത് ക്രിസ്തുധർമ്മം തന്നെയല്ലേ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുധർമ്മം തന്നെയല്ലേ. മറ്റേത് മതങ്ങളിലുണ്ട് ഇതുപോലെ ക്രിസ്തുധർമ്മത്തെ പോലെ സാർവത്രികമായ സ്നേഹമുള്ളത്? അതെന്ത് വട്ടോളിക്ക് മനസ്സിലാക്കാത്തേ? വട്ടോളിയും മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നാലെ പോയത് കൊണ്ടോ മുസ്ലിംസിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിൽ പെട്ടുപോയത് കൊണ്ടാണോ ക്രിസ്തുധർമ്മത്തിന്റെ നന്മ തിരിച്ചറിയാത്തേ? ക്രിസ്തുധർമ്മത്തിന് നന്മ തിരിച്ചറിയാൻ പഠിക്കൂ വട്ടോളി. എന്നിട്ട് ക്രിസ്തുവിലും അവന്റെ സഭയിലും അഭിമാനം കൊള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾക്ക് ഈ വീക്ഷണത്തിന് വ്യത്യാസം വരും. കുർബാനയിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്തു പോയത് കൊണ്ട് അയൽക്കാരന് അർഹതയുള്ളവന് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് കൃത്യമായൊരു തുക കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവെക്കാൻ സീറോ മലബാർ സഭാവിശ്വാസത്തിൽ തീരുമാനമെടുക്കുമോ? സംശയം എന്താ ഉള്ളേ? ഇപ്പൊ തന്നെ എത്രയോ പേര് ചെയ്യുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഇടവകളിൽ തന്നെ എത്രയോ പേര് ചെയ്യുന്നു. സ്ഥിരമായിട്ട് ദശാംശം കൊടുക്കുന്നവര്, സ്ഥിരമായിട്ട് ദശാംശം തരുന്ന ആൾക്കാർ എനിക്കുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുള്ള സമയത്ത് ബൈബിൾ കമ്മീഷന്റെയും ബിബ്ലിയ അക്കാദമിയുടെയും പരിപാടികൾ നടത്താനായിട്ട് ചെറിയൊരു ഫീസൊക്കെ നമ്മൾ ഈടാക്കിയിരുന്നു പങ്കെടുക്കുന്നവർക്ക്. പക്ഷെ മെജോറിറ്റിയും ആൾക്കാർ അവര് തന്നെയും ദശാംശം തന്നിരുന്നു പലരും. അങ്ങനെയാണ് ഇപ്പോഴും തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ യേശുവിനോട് അടുക്കും തോറും ദശാംശത്തിനേക്കാൾ മേലെ കൊടുക്കും. അതുപോലെ കിട്ടുന്നവരും അങ്ങനെ തന്നെ ചെയ്യും. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% അല്ല ഞാൻ കൊടുക്കുന്നത്. അതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ്. അത് ഞാൻ കൂടുതൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയായ രീതി അല്ലാത്തത് കൊണ്ട്. അപ്പം എന്താണ്, കുർബാനിൽ പങ്കെടുത്ത് യേശുവിനോട് അത്രമാത്രം അടുത്തു പോയത് കൊണ്ട് അയൽക്കാരന് അധ്വാന ഫലത്തിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ തുടർച്ചയായി പങ്കുവെക്കുമെന്ന കാര്യത്തിൽ എന്തത്ര സംശയം?